ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ഈസിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെറുപയർ ദോശയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ചെറുപയർ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പച്ചരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 തവണ നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. 3 തവണ കഴുകിയിട്ട് ഇതേപോലെ വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാം. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രി നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരയാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയർ ദോശയുടെ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടായിരിക്കും. ഇപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതാണ് നമ്മുടെ ചെറുപയർ ദോശയുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ദോശ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ദോശ പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 തവി ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് പരത്തുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പകുതി കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത്. കാരണം ചെറുപയറും നെയ്യുടെയും കൂടിയ സ്മെല്ല് നല്ല അടിപൊളിയാണ്. നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെയാണ് ഈ ദോശ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എൻ്റെ മോൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ, ഈ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് പകരമായിട്ട് കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. നമുക്ക് ഇതിന് പറ്റിയ കോംബോ എന്ന് പറയുന്നത് സാമ്പാർ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയൊക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒട്ടും തന്നെ ഓയിൽ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഹെൽത്തി മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.